നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം സൃഷ്ടിക്കാൻ ഉണ്ടായ ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുമോ എന്നും കൂടെ വീഡിയോയുടെ അവസാനം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതുമായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട്, അത് റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാവാം, അല്ലെങ്കിൽ കരിയർ ആവാം, എന്ത് കാര്യവും ആയിക്കോട്ടെ, അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കൊരു ഗൈഡൻസും തരാൻ സാധിക്കും. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരവും നിങ്ങൾക്ക് ചെയ്യാൻ ഉള്ള പരിഹാരവും പറഞ്ഞു തരാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള പരിഹാരം പറഞ്ഞു തരുന്നത് ക്ഷേത്രങ്ങളിൽ ചെയ്യാനുള്ള പരിഹാരമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പരിഹാരം ഇനി തൊട്ട് ഞാൻ പറഞ്ഞു തരികയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാനത് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനത് പറഞ്ഞു തരികയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും പ്രോബ്ലം ആകും, അത് എനിക്കും ഒരു പ്രോബ്ലമായിട്ട് വരുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും സപ്പോർട്ടും ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കുകയാണ്, നിങ്ങൾ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിൽ സന്തോഷമുണ്ട്, നിങ്ങളെ എങ്ങനെയെങ്കിലും അങ്ങ് അവോയ്ഡ് ചെയ്തതിൽ അവരൊരു റിലീഫ് അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ശരിക്കും നിങ്ങളുടെ വ്യക്തി മാനസികമായിട്ട് ഒരു വിഷമത്തിൽ കൂടിയാണ് ഇവിടെ കടന്നു പോകുന്നത്. അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് മറ്റാരടുത്തും തുറന്നു പറയാതെ അവർ ഒറ്റയ്ക്ക് സഫർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കരുതുന്ന പോലെ ഒരിക്കലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ പിരിഞ്ഞതിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു പിരിഞ്ഞിരിക്കുന്നതിൽ നിങ്ങളുടെ വ്യക്തിക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെയാണ്. നിങ്ങളുമായിട്ട് ശരിക്കും ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൽ നിൽക്കുന്നത് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടാവാം, നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ടോർച്ചർ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് മാനസികമായിട്ട് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കുറ്റബോധം അനുഭവപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യണം. എന്തായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരുന്നു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായത്, എന്തായിരുന്നു ഈ ഒരു പ്രശ്നത്തിൻ്റെ മൂല കാരണം, ഇതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയിൽ മുമ്പോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് അവരുടെ ഒരു വേൾഡായിട്ടാണ്. അതായത് അവരുടെ ലൈഫിൽ മറ്റാരേക്കാളും ഒരുപാട് വാല്യൂ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരിക്കലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇതുപോലെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്ന് നിങ്ങളാവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവട്ടെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും സമാധാനവും ആ ഒരു ഫാമിലി ലൈഫ്, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ ഒരു സന്തോഷവും ആ ഒരു പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു കെയറിങ്ങും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞ സമയത്ത് നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു മൂവ് ഓൺ ആയി എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഒരു സത്യമായിട്ട് ഇവിടെ കാണുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി സന്തോഷം
അഭിനയിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ സാഹചര്യമൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതിന് ഇപ്പോൾ ഒരു കുറ്റബോധം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തികളെല്ലാം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കി, ഒരുപാട് ഡാമേജ് ഉണ്ടാക്കി, മാനസികമായിട്ട് നിങ്ങൾക്ക് തകർച്ച ഉണ്ടാക്കി. ഇതൊക്കെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് കുറ്റബോധം അവർ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് കാരണം നിങ്ങൾക്ക് പകരം വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരിക്കലും മറ്റാർക്കും കടന്നു വരാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള പല ഉപകാരങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടാവാം, ഒരുപാട് കെയറിങ് കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തി ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്തിരുന്ന ആ ഒരു കാര്യം എന്തൊക്കെയായിരുന്നോ കൊടുത്തിരുന്നതൊക്കെ അത് ആ ഒരു വ്യക്തിക്ക് നഷ്ടമായിരിക്കുന്നു. അതില്ലാതെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇനി ജീവിക്കാൻ സാധിക്കില്ല. അതൊക്കെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു വേണം എന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത് അത്രയധികം സ്നേഹം ആ ഒരു വ്യക്തിക്ക് മറ്റാർക്കും കൊടുക്കാൻ സാധിച്ചില്ല. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അമ്മയ്ക്കാവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സിനാവാം, സ്വന്തം രക്തബന്ധങ്ങൾക്കാവാം, അല്ലെങ്കിൽ മറ്റൊരു തേർഡ് പേഴ്സണിനാവാം. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചത് അതുപോലൊന്നും ഒരിക്കലും മറ്റാർക്കും നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷെ അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നിന്നും അവർ നിങ്ങൾക്കുണ്ടാക്കിയ ആ ഒരു ഡാമേജിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി ഇവരെ പൂർണ്ണമായിട്ടും മറന്നിട്ടുണ്ട്. അവർക്ക് എവിടെ നിന്ന് ഒരു തെറ്റായ ഒരു ഇൻഫർമേഷനും കിട്ടിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ മൂവ് ഓൺ ആയിട്ട് ഇപ്പോൾ പുതിയൊരു ലൈഫ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മറ്റൊരു അഫെയർ ഉണ്ട്, ഒരു സ്നേഹബന്ധമുണ്ട്, ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വേണ്ട എന്നൊക്കെ ആരോ മുഖേന ഇവർ എങ്ങനെയോ അറിഞ്ഞതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു പെയിനിൽ നിന്നും റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് സാധിക്കുന്നില്ല. അവർ ഇപ്പോൾ സ്വന്തമായിട്ട് സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ട് ഈ ഒരു പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആക്കിയിട്ട് നിങ്ങളെ ലൈഫിലേക്ക് തിരിച്ച് വിളിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതലും നിങ്ങളെന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പുരുഷനായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെയും നിങ്ങൾക്കുണ്ടായ മക്കളെയും പിരിഞ്ഞിരിക്കുന്നതിൽ അവർ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഒന്നിച്ച് ഒരു കുടുംബജീവിതം വേണമെന്ന് അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം. അവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആയി. നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പേഴ്സണോട് ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അവരിന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇതിൽ നിങ്ങളുടെ വ്യക്തി പല രീതിയിലും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു നിങ്ങളുടെ വ്യക്തിക്ക്. അതായത് നിങ്ങളില്ലെങ്കിൽ പോലും അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും, അവർക്ക് എന്തൊക്കെയോ അബണ്ടൻസ് വരും, അവർക്ക് ഒരു ലക്ഷറി ലൈഫ് ലീഡ് ചെയ്യാം, ഒരുപാട് സന്തോഷം കിട്ടും. പക്ഷേ അതൊക്കെ അവരുടെ ആ ഒരു ധാരണ, അവരുടെ ആ ഒരു അഹങ്കാരത്തിനൊരു അവസാനം വന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളില്ലാത്ത സമയം തൊട്ട് അവരുടെ ലൈഫിൽ എന്തൊക്കെയോ മിസ്സിങ് ഫീലിംഗ് ആണ്. അവർക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കരിയറിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി, മുഴുവനും ഒരു അലസത നിറഞ്ഞൊരു സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി മാറി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് എന്തായിരുന്നു ആഗ്രഹം അത് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ സാധിച്ചിരുന്നില്ല. അവർ നിങ്ങളോട് ചെയ്ത തെറ്റ് എല്ലാം അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത്
നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് അവർ കുറച്ച് സമയം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവാം, അവരുടെ സ്നേഹം ചോദിച്ചിട്ടുണ്ടാവാം, നിങ്ങളോട് കുറേ നേരം സംസാരിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും സാമ്പത്തികം മുടക്കിയിട്ട് അത് വേണം, വാല്യൂ ആയിട്ടുള്ള, അതായത് ഒരുപാട് പണം വേണം അല്ലെങ്കിൽ സാമ്പത്തികം കൊടുത്ത് നേടാൻ സാധിക്കുന്നതായിട്ടുള്ള വസ്തുക്കൾ വേണമെന്നൊന്നും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് ആവശ്യം പറഞ്ഞിരുന്നില്ല. പകരം ആ ഒരു വ്യക്തിയുടെ സ്നേഹവും ഒരു സമയവും ഇതൊക്കെയായിരുന്നു നിങ്ങൾ ചോദിച്ചിരുന്നത്. അതുപോലും ആ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കാത്തതിൽ അവർ ഇപ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നേരെ മറിച്ച് നിങ്ങളാണ് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സാമ്പത്തിക സഹായം നൽകിയത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നമുക്കിനി തേർഡ് പേഴ്സൺ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകാനുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള മെയിൻ റീസൺ ഒരു തേർഡ് പേഴ്സൺ ആണെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു തേർഡ് പേഴ്സൺ ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു തേർഡ് പേഴ്സൺ ആരുമാകാം, അത് നിങ്ങളുടെ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ആരുമാകട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം. ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ അവർ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ സാധിക്കാതെ വളരെ നിരാശയോടും ദുഃഖത്തോടും കൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങി പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് മാറുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സന്തോഷമില്ല, നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ലക്ഷറി ലൈഫും സന്തോഷവും സമാധാനവും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ഒരു കോംപ്രമൈസിൽ എത്തുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികം തിരിച്ചു നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അറിവുണ്ടെങ്കിൽ, അങ്ങനെ കൊടുത്തതായിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ആ ഒരു സാമ്പത്തികം വാങ്ങാൻ വേണ്ടിയിട്ട് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാമോ ആ ഒരു എക്സ്റ്റെൻറ്റ് വരെ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ എന്താണോ കാൽക്കുലേറ്റ് ചെയ്തത് അതൊന്നും നടക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. തേർഡ് പേഴ്സണിന് കംപ്ലീറ്റ് ഒരു നിരാശയാണ് സംഭവിക്കുന്നത്. നിങ്ങളിൽ നിന്നും വാങ്ങിച്ച സാമ്പത്തികമാവാം, സ്വർണ്ണമാവാം, അത് ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് അത് റിക്കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചെത്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് അനുഭവിച്ച് പഠിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരുന്നത്. അവർ നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഒരു പക്ഷേ അവരുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ടാവുകയില്ല. ഒരുപാട് അസുഖങ്ങളും ഒക്കെ കൊണ്ടിട്ടായിരിക്കും അവർ തിരിച്ചെത്തുന്നത്. നിങ്ങളുടെ അടുത്ത് ചെയ്ത തെറ്റിനും എല്ലാം ശിക്ഷ കിട്ടിയിട്ട് മാത്രമായിരിക്കും അവർ തിരിച്ചെത്തുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. അധികം നാൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ അടുത്തു നിന്ന് ഇവർ എത്ര അഹങ്കാരത്തോടു കൂടിയാണോ പോയത് ആ അഹങ്കാരം എല്ലാം മാറി നിങ്ങളുടെ കാൽക്കൽ ഈ ഒരു പേഴ്സൺ വരുന്നതായിരിക്കും. ചെയ്ത തെറ്റിനെല്ലാം മാപ്പ് ചോദിക്കുന്നതായിരിക്കും. ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നതൊന്നും ഇനി അവർ കേൾക്കില്ല. തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയില്ല. നിങ്ങളോട് ചെയ്ത തെറ്റിനുമൊക്കെ മാപ്പ് പറയും. നിങ്ങളെ ഫിസിക്കൽ ടോർച്ചറിങ് ചെയ്തതിനെല്ലാം അവർ പശ്ചാത്തപിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് എന്താണോ അതെല്ലാം അവർ തിരിച്ചു തരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. സാമ്പത്തികം ഉൾപ്പെടെ, സാമ്പത്തികം, മനസ്സമാധാനം, സന്തോഷം, സ്നേഹം, ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തരാനുള്ള ഒരൊറ്റ ഗൈഡൻസേ ഉള്ളൂ. നിങ്ങൾ ആരുടെയും പിന്നാലെ പോകാതിരിക്കുക. നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. നിങ്ങളുടെ ലൈഫ് എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്നുള്ളത്. ഒരിക്കലും മറ്റൊരാൾക്ക് തട്ടിക്കളിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അതിന് നിങ്ങളൊരു വാല്യൂ കൊടുക്കണം. നിങ്ങൾ ഒട്ടും വാല്യൂ കൊടുക്കാതെ മറ്റൊരാളുടെ പിന്നാലെ പോയി സങ്കടപ്പെട്ട് കാല് പിടിച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ വാല്യൂ കൊടുക്കുക. അപ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ വാല്യൂ കൊടുത്ത് നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ മറ്റൊരു വ്യക്തിക്കും നിങ്ങൾ എത്രത്തോളം വാല്യൂ ആയിരുന്നോ അതവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളോടും സ്നേഹം ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ്. നിങ്ങൾക്ക് ഓരോ തവണയും ഞാൻ റിച്വൽസും ഒക്കെ ഇടാറുള്ളതായിരുന്നു.
റിച്വൽസ് പതുക്കനെ ഞാൻ ഇടാം. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കുറേ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ സാധിക്കാത്തത്. ഉടനെ തന്നെ റിച്വൽസൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കാര്യത്തിന് നിങ്ങളുടെ പ്രശ്നം എന്തൊക്കെയാണെങ്കിലും, അത് ദാമ്പത്യ ജീവിതത്തിലെ കലഹമാവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവട്ടെ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാവട്ടെ, കരിയർ സംബന്ധം, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്ക്, മണി ബ്ലോക്കേജ്, ഇതിനെല്ലാത്തിനും പരിഹാരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്നുകൂടെ പറയുകയാണ്, ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ട പരിഹാരമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങളത് ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി പറഞ്ഞു തരികയുള്ളൂ. കാരണം അത് വെറുതെ പറഞ്ഞു തരേണ്ട ഒന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക. അത് ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നതുമായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.